അവസാന ലാപ്പിൽ രണ്ടാം വട്ടവും വീടുകൾ കയറി പരമാവധി വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് കൊച്ചി കോർപ്പറേഷൻ സ്ഥാനാർത്ഥികൾ. കാർണക്കോടം ഡിവിഷൻ LDF സ്ഥാനാർത്ഥി അജി ഫ്രാൻസിസിനൊപ്പം മുക്സിനാസ് ചേരുന്നു. അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്. ഉച്ച കഴിയുന്നതോടുകൂടി കൊട്ടിക്കലാശം അതിന്റെ ഉച്ചസ്ഥായിലെത്തും. എന്താണെങ്കിലും ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി കോർപ്പറേഷൻ കാർണക്കോടം ഡിവിഷനിലാണ്. ഇവിടെ LDF സ്ഥാനാർത്ഥി അജി ഫ്രാൻസിസ് ആണ് എന്നോടൊപ്പം ഉള്ളത്. അജി, പരമാവധി ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഈ പ്രദേശത്തെ ഈ മത്സരിക്കുന്ന ഡിവിഷനിലെ വീടുകളിലാണ് നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ പല സ്ഥാനാർത്ഥികളും നമ്മൾ കണ്ടു. ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു വോട്ടഭ്യർത്ഥന, പള്ളികളിൽ കേന്ദ്രീകരിച്ചായിരുന്നു വലിയ രീതിയിലുള്ള വോട്ടഭ്യർത്ഥന നടത്തിക്കൊണ്ടിരുന്നത്. എന്താണെങ്കിലും അതിന് തൊട്ട് പിന്നാലെ എല്ലാ സ്ഥാനാർത്ഥികളും ഇതുപോലെ പരമാവധി, ഇന്നറിയാം ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ പലരും വീടുകളിലായിരിക്കും ഉണ്ടാവുക. ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ലാത്ത കാരണം തന്നെ അവധി ദിവസമാണല്ലോ. അതുകൊണ്ട് പരമാവധി വീടുകൾ കയറി ഇറങ്ങി ഇന്ന് അവസാന ലാപ്പിൽ പരമാവധി വോട്ടുറപ്പിക്കുന്ന ഒരു തിരക്കിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. അപ്പോൾ ഇനിയിപ്പോൾ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട്? 100% വിജയപ്രതീക്ഷ തന്നെയാണ്. ആ ഒരു ലാസ്റ്റത്തെ ഓട്ടപ്പാച്ചലിൽ എല്ലാ വീടുകളിലും ഒന്നും കൂടി വോട്ടർമാരെ കാണാൻ ഉള്ള തത്രപ്പാടിലാണ് ഞങ്ങളെല്ലാവരും. നടന്നോളൂ. എന്താണെങ്കിലും ഇന്നിപ്പം രാവിലെ പലരും ആരാധന അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചായിരുന്നു. ചർച്ചിലൊക്കെ പോയോ? പോയി രാവിലെ പോയി, ചർച്ചിൽ പോയി, എല്ലാവരെയും കണ്ട്. പിന്നെ ഞങ്ങളൊരു KLCW എന്ന് പറഞ്ഞ സംഘടനയിലുണ്ട്. അവിടെ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് എല്ലാവരും പൂർണ്ണ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു വനിത വരുന്നത് അവർക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. ആ ഒരു എല്ലാ സോഴ്സും ഉപയോഗപ്പെടുത്തി തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങുന്നത്. ഈ LDFനെ സംബന്ധിച്ച് ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുള്ള വലിയ രീതിയിൽ പ്രചാരണം തന്നെ നടന്നത്. അത്തരത്തിൽ എത്രമാത്രം ശുഭപ്രതീക്ഷയുണ്ട്? പൂർണ്ണമായിട്ടുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ്. കാര്യം ഒരുപാട് നേട്ടങ്ങളാണ് കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഭരണം നടത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിജയം ഞങ്ങൾക്ക്